25,000 മുതൽ 25 ലക്ഷം രൂപ വരെ വില വരുന്ന ഡ്രോണുകൾ മാർക്കറ്റിലുണ്ടെങ്കിലും നമ്മുടെ ബഡ്ജറ്റിലൊതുങ്ങിയ ഏറ്റവും നല്ല 4K ഡ്രോൺ ഏതാണ്? ഫോട്ടോഗ്രാഫിക്കും സ്റ്റുഡിയോ വർക്കുകൾക്കും ഉപകരിക്കുന്ന ഹൈ ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ല ഒരു ഡ്രോണിനെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഈ കാണുന്നതാണ് DJI 3 ഡബിൾ ക്യാമറ ഡ്രോൺ. അന്തരീക്ഷത്തിൽ അധികം കാറ്റില്ലാത്തപ്പോൾ മണിക്കൂറിൽ 76 കിലോമീറ്റർ സ്പീഡിൽ 20 കിലോമീറ്റർ വരെ ഇത് സഞ്ചരിക്കും. 100 കണക്കിന് പ്രത്യേകതകൾ ഉള്ള ഈ ഡ്രോണിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞാലും ഇതൊരിക്കലും ഇടിച്ചു തകരില്ല എന്നുള്ളതാണ്. കാരണം ഓംനി ഡയറക്ഷണൽ ഓബ്സ്റ്റക്കിൾ സെൻസിംഗ് സംവിധാനം ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. 360 ഡിഗ്രി സംരക്ഷണം, അതായത് 2 സെൻസറുകൾ മുൻപിലും 2 പിറകിലും മാത്രമല്ല അടിയിലും സെൻസർ വച്ചിരിക്കുന്നതിനാൽ ഇത് പോകുന്ന വഴിയിൽ മരങ്ങളിലോ മറ്റും ഇടിക്കുമെന്നും പേടിക്കുകയും വേണ്ട. കൺട്രോളറിൽ അപകട സന്ദേശം വരികയും തനിയെ ദിശ മാറി എല്ലാ തടസ്സങ്ങളിൽ നിന്നും മാറിപ്പോവുകയും ചെയ്യും. ഇലക്ട്രിക് ലൈനുകൾ, മറ്റ് വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയുകയും അത് നമുക്ക് ഉടൻ തന്നെ മുന്നറിയിപ്പ് തരികയും ചെയ്യും. GPS കൺട്രോൾഡ് ഡ്രോൺ ആയതിനാൽ ഡ്രോൺ നിയന്ത്രിത മേഖലയിൽ ഇത് നാം പറത്താൻ ശ്രമിച്ചാൽ അനങ്ങുക പോലുമില്ല. അതിനാൽ നാം അറിയാതെ തന്നെ ആപത്തിൽ ചെന്ന് ചാടുന്നതിൽ നിന്നും തടയപ്പെടുന്നു. 46 മിനിറ്റാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ബാറ്ററി തീരുകയാണ് എന്നതിന് മനസ്സിലായാൽ ഉടൻ തന്നെ ടേക്ക് ഓഫ് ചെയ്ത സ്ഥലത്ത് തന്നെ വന്ന് ലാൻഡ് ചെയ്യും. അതിനാൽ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞാലും ഇത് തിരിച്ചു വരും എന്നത് ഉറപ്പാണ്, ഒരിക്കലും നഷ്ടപ്പെടുകയുമില്ല. ഇതിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ കൂടി കാണുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക. DJI Air 3 സീരീസ് സ്റ്റുഡിയോ വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന മനോഹരമായ ഡ്രോണാണ്. കാരണം ഇതിനകത്ത് ധാരാളം സ്പെഷ്യൽ മോഡുകളുണ്ട്. ഇതിനകത്ത് എർത്ത് മോഡ് എങ്ങനെയാണെന്ന് കാണിക്കുന്നു. ഇതാണ് DJI Air 3 ഡബിൾ ക്യാമറ ഡ്രോണിൻ്റെ ബോക്സ്. ഇത് നമുക്ക് ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. മാത്രമല്ല വെബ്സൈറ്റിൽ കൂടി വേണമെങ്കിലും നമുക്ക് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ്. നമ്മൾ DJI വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഓർഡർ ചെയ്ത പുതിയ ബോക്സ് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ പാക്കറ്റിൽ ഡ്രോൺ, കൺട്രോളർ, ബാറ്ററി പാക്ക്, എക്സ്ട്രാ ബ്ലേഡുകൾ, ബാഗ് എന്നിവ ഉൾപ്പെടുന്നു. അസംബ്ലിംഗ് വളരെ എളുപ്പമാണ്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക്. 3 ബാറ്ററിയാണ് ഇതോടൊപ്പം വരുന്നത്. കൺട്രോളറിൽ ബിൽറ്റ് ഇൻ ഡിസ്പ്ലേ ആയതിനാൽ പരിപൂർണമായി ഫോൺ ഒഴിവാക്കാമെന്ന ഒരു വലിയ പ്രത്യേകത ഇതിനുണ്ട്. ഇതോടൊപ്പം 3 സെറ്റ് അഡീഷണൽ പ്രൊപ്പല്ലേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ പ്രൊപ്പല്ലർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഇതാണ് റിട്ടേൺ ഹോം ബട്ടൺ. ഡ്രോൺ എത്ര ദൂരെയായിരുന്നാലും നമ്മൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തോ അവിടെ തന്നെ വന്ന് ലാൻഡ് ചെയ്യും. ഇതിന് 3 മോഡുണ്ട്. ഒന്ന് സിനിമാറ്റിക് മോഡ്, 2 നോർമൽ മോഡ്, 3 സ്പോർട്സ് മോഡ്. ഇതാണ് എൻ്റെ ആൻറ്റിന സിസ്റ്റം. ലെഫ്റ്റിൽ കാണുന്നത് ഫോട്ടോ എടുക്കാനും റൈറ്റിൽ കാണുന്നത് റെക്കോർഡ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. താഴെ കാണുന്ന 2 കൺട്രോളേഴ്സ്, ഒന്ന് ഫോക്കസ് ചെയ്യാനും 2 ക്യാമറ ടിൽറ്റ് ചെയ്യാനുമാണ്. ബാറ്ററിയുടെ ചാർജിങ് ലെവൽ എത്രയാണെന്നുള്ളത് ഇത് പ്രസ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. വൈഡ് ആംഗിൾ ക്യാമറയും ടെലി ക്യാമറയും ഒതുക്കമുള്ള ബോഡിയിൽ ചേർത്ത് എയർ സീരീസിലെ ആദ്യത്തെ ഡ്യുവൽ പ്രൈമറി ക്യാമറ സിസ്റ്റമാണ് എയർ 3യിലുള്ളത്. ഈ 2 ക്യാമറകളും നല്ല ക്വാളിറ്റിയുള്ള 4K ക്യാമറകളാണ്. ഇത് 2 ക്യാമറകൾക്കും ഒരേ സെൻസർ വലിപ്പമാണ്, പക്ഷേ വ്യത്യസ്ത ഫോക്കൽ ലെങ്താണ്. അതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റിയായിട്ടുള്ള ഇമേജ് എടുക്കുവാൻ പറ്റുന്നു. മാത്രമല്ല 2 ക്യാമറകളും 10 ബിറ്റ് D-Log M, 10 ബിറ്റ് HLG കളർ മോഡുകൾ സപ്പോർട്ട് ചെയ്യുന്നു. എയർ 3യുടെ 2 1.3 ഇഞ്ച് CMOS സെൻസറുകൾ, അതായത് ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു വൈഡ് ആംഗിളും ഒരു ടെലിഫോട്ടോ ക്യാമറയും 4K 60 FPS ഹൈ ഡെഫിനിഷൻ വീഡിയോകൾ എടുക്കാൻ സഹായിക്കുന്നു. അതായത് 2 ക്യാമറകളിൽ നിന്നുള്ള ഫൂട്ടേജിൽ ഒരുമിപ്പിച്ച് നല്ല കളറും പ്രകൃതിദത്തമായ ലൈറ്റിംഗ് സംവിധാനം കൊണ്ട് വളരെ കൃത്യമായ ഹൈ ക്വാളിറ്റി ഫോട്ടോകളും വീഡിയോകളും എടുക്കുവാൻ ഇതുകൊണ്ട് നമുക്ക് സഹായിക്കുന്നു. മാവിക് എയർ 2നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 3 times സൂം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത്രയും വ്യക്തമായ ഇമേജും വീഡിയോയും ഷൂട്ട് ചെയ്യാൻ ഈ പ്രൈസ് റേഞ്ചിൽ മറ്റൊന്നും ഇല്ലെന്ന് വേണം പറയാൻ. യൂട്യൂബേഴ്സിനും ഫേസ്ബുക്ക് റീലിനുമായി 2.7K വെർട്ടിക്കൽ ഷൂട്ടിംഗ് അവതരിപ്പിച്ച ആദ്യത്തെ ഡ്രോണാണിത്. മാത്രമല്ല ആദ്യമായി വേ പോയിൻറ്റ് ഫ്ലൈറ്റ് ഫീച്ചർ പരീക്ഷിച്ചത് എയർ സീരീസിലാണ്. ഇനി ഇതിൻ്റെ ചില മോഡുകൾ പരിചയപ്പെടുത്താം. ആദ്യമായി ആക്റ്റീവ് ട്രാക്ക് 360. സ്ക്രീനിൽ ഒരു മൂവിംഗ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്താൽ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ ഡ്രോൺ തനിയെ പറക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യും. രണ്ടുപേർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആരെ സെലക്ട് ചെയ്യുന്നോ അതനുസരിച്ച് ഡ്രോൺ മൂവ് ചെയ്യത്തുള്ളൂ, അവരെ മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ. ഇതാണ് റോക്കറ്റ് മോഡ്. റോക്കറ്റ് പോലെ മുകളിലോട്ട് പോയിട്ട് താഴേക്ക് വന്ന് വീഡിയോ എടുക്കും.
ഇതാണ് ഡ്രോണി മോഡ്.